രാജ്യം ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേശ് രാജാവിന് ഇഷ്ടം തോന്നി. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലാണ്. ആ പ്രവാസത്തിൻ്റെ നടുവിലും ദാനിയേൽ എന്ന മനുഷ്യൻ മാനിക്കപ്പെടുകയാണ്. ആ 120 പ്രധാന ദേശാധിപതികളെ ഭരിക്കുവാൻ 3 അധ്യക്ഷന്മാരെ നിയമിച്ചതിൽ ഒരുവൻ ദാനിയേലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യം എന്തുവാകട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തുടരാൻ കഴിഞ്ഞാൽ, പ്രവാസത്തിൻ്റെ നടുവിൽ രാജ്യം ഭരിക്കേണ്ടതിന് പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ മാനിക്കപ്പെട്ടതുപോലെ നിങ്ങളെയും മാനിക്കുവാൻ ദൈവം ശക്തനാണ്. ദാനിയേലിനെ ഉയർത്തിയത് ദൈവമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. അവന് ദൈവം നൽകിയ മാന്യതകളെല്ലാം വെളിപ്പെട്ടത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. അവൻ പ്രധാന അധ്യക്ഷനായി തീർന്നു. എന്നാൽ ആ അധ്യക്ഷന്മാരിൽ അവൻ വീണ്ടും വിശിഷ്ടനായി വിളങ്ങുന്നത് രാജാവ് കണ്ടപ്പോൾ അവനെ സർവ രാജ്യത്തിന്മേലും അധികാരിയാക്കുവാൻ രാജാവ് വിചാരിച്ചു. അങ്ങനെ രാജാവ് ചിന്തിക്കുമ്പോൾ ആ പ്രധാന ദേശാധിപതികളും അധ്യക്ഷന്മാരും തകർക്കുവാൻ പദ്ധതികൾ മെനഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പിതാവാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ മാതാവാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളാണ്. അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മാന്യതകൾ, ഉയർച്ചകൾ നഷ്ടപ്പെടണമെന്നും താഴ്ത്തപ്പെടണമെന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളെ വെറുക്കുന്നവരാണ്, നിങ്ങളുടെ എതിരാളികളാണ്. ബൈബിൾ ആ ശക്തിയെ വിളിക്കുന്നത് പിശാചെന്നാണ്. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വരുന്നവൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം നിങ്ങളുടെ പിതാവാണ്. ദൈവം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ്. നിങ്ങൾക്ക് നന്മ നൽകുന്നവനാണ്. ദാനിയേൽ മാനിക്കപ്പെടുകയാണ്. ദാനിയേലിനെ മാനിച്ചത് ദൈവമാണ്. എന്നാൽ ദാനിയേലിൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ചിലർ ദാനിയേലിനെ തകർക്കുവാൻ പദ്ധതികൾ മെനയുമ്പോൾ അവർക്ക് അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒന്ന് കണ്ടു. അവൻ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുകയാണ്, പതിവ് പോലെ. അവർ തമ്മിൽ കൂടി ആലോചിച്ചു, രാജാവിനോടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ദേവനോട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവരെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയണമെന്നൊരു കൽപ്പന കൊണ്ടുവരാം. അങ്ങനെ ഒരു കൽപ്പന വന്നാൽ ദാനിയേലിനെ കൊടുക്കാം. കാരണം ദാനിയേൽ ഒരിക്കലും അവൻ്റെ പ്രാർത്ഥന മുടക്കില്ല. അങ്ങനെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ കാരണത്താൽ അവനെ കൊടുക്കാം, അവനെ തകർത്ത് കളയാം. അങ്ങനെ അവർ കൂടി ആലോചിച്ച് രാജാവിനെ കൊണ്ടൊരു രേഖ എഴുതിപ്പിച്ചു. രാജാവിനോടല്ലാതെ മറ്റേതെങ്കിലും ദേവനോട് പ്രാർത്ഥിക്കുന്നവനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളയും. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പ്രതിസന്ധിയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ദാനിയേൽ ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞു. എന്നിട്ടും അവനവൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറയുകയാണ്. നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് പകലൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. നിങ്ങൾക്ക് മുൻപിൽ ഒരു പ്രൊമോഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകലൊരു പ്രശ്നം വെളിപ്പെട്ടിരിക്കുന്നത്. ഈ പ്രശ്നം നിങ്ങളെ ഒരു പ്രൊമോഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. മുൻപിലൊരു മാന്യത കണ്ടിട്ടാണ്
ഇന്ന് പകൽ ശത്രു നിങ്ങളെ തകർക്കാൻ പദ്ധതികൾ മെനയുന്നത്. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ തകർന്നു പോവുകയില്ല. പ്രാർത്ഥിച്ചാൽ മതി. ദാനിയേലിനെ മാനിച്ച ദൈവം നിങ്ങളെയും മാനിക്കുവാൻ ശക്തനാണ്. പ്രശ്നം കണ്ട് പതറാതെ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രശ്നം പ്രമോഷനാകാൻ പോവുകയാണ്. അതെ, ഒരു മാന്യത മുൻപിലുണ്ട്. അതാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, തകർക്കാനുള്ള ഒരു പൈശാചിക പദ്ധതി. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്റെ യുദ്ധങ്ങൾ ഏറ്റെടുക്കും. പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവം ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളൊരു പ്രമോഷൻ കാണാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.